വിശക്കുന്നുണ്ടോ? അലയും കൂട്ടി ചോറ് തരാം കേട്ടോ. വേഗം കഴിക്കാട്ടോ. വിശക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് വിശക്കുന്നില്ല. എന്താ പരിപാടി? ഞാക്കുമായിട്ട് സംസാരിക്കുക. സംസാരിച്ചു കഴിഞ്ഞോ? ഇല്ല. ഇല്ലേ? എന്നാ പിന്നെ സംസാരിച്ചു. അമ്മയും ബാ കളിക്കാൻ. ഞാനൊന്നുമില്ല. നിന്റെ അച്ഛനും നിന്റെ അച്ഛമ്മയൊക്കെ ഉണ്ടല്ലോ, അവരെ വിളി. അവരൊക്കെ ബിസിയാ. മിക്കാണെങ്കിൽ ഒരു പരിപാടി ഇല്ലല്ലോ. കൊച്ചേ, അധികം നാക്കെടുത്താണ്ടല്ലോ. നിന്റെ ഈ ടോയ്സ് ഉണ്ടല്ലോ, ടോയ്സ് എല്ലാം ഞാൻ കെട്ടിപ്പറിക്ക് അലമ്പയ്ക്കകത്ത് വെച്ച് പൂട്ട് നോക്കും. പിന്നെ ഞാൻ പൊളിക്കും. നീ വിളിക്കും. അച്ഛൻ എവിടെ പോയി? അച്ഛാ, അമ്മയുടെ അടുത്ത് പറയാ എവിടെയും പോവില്ലല്ലോ. ഇപ്പൊ പോയി. എന്താടാ അളയോടെ കയ്യില് ഫോണില്ലേ, വിളിച്ചു ചോദിച്ചൂടെ? അങ്ങനെ കലിപ്പാണ്. അമ്മക്ക് എന്താ പറ്റി കേശു അമ്മ? നിന്റെ അമ്മേനെ വലിയൊരു അയലമീൻ കടിച്ചതാ. ആണോ അമ്മ? അയില കടിച്ചാ? മക്കളെ കല്ലുവേ, മക്കൾക്ക് ഏത് മീനാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അയലയാണോ അതോ കേരയാണോ? രണ്ടും ഇഷ്ടല്ല. അതെന്തുറ്റി? കുഴിവന്റെ എപ്പോഴും അയില മീനാണ്. ഇവിടെ കേര കഴിച്ചു മടുത്ത്. എടാ, സംഭവം എന്താണെന്നറിയോ? അത് ഇപ്പോഴത്തെ സീതാമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തോ അയല മീനാണ്. അതുകൊണ്ടാണ് അളിയൻ അയല മീൻ മേടിക്കുന്നത്. അച്ഛൻ എപ്പോഴും അയല മീനെ മേടിക്കും. അച്ഛനും അയല മീനും തമ്മിലുള്ള സ്നേഹം. ആണോ അമ്മ? അച്ഛനും അയലയും തമ്മിൽ സ്നേഹ? രണ്ടുപേരും കൂടെ പ്രേമിക്കാൻ പോയേക്കും ഇപ്പൊ. അച്ഛനും അയലയും കൂടെ ഒളിച്ചോടുവാ? അറിയാൻ പറ്റില്ല, ഒളിച്ചോണെങ്കിൽ പോട്ടെന്ന്. കേശാമ്മ, ഓ, എന്താ പ്രശ്നം? അത് ഒരയലയും കേരയും തമ്മിലുള്ള തമ്മിത്തല്ല. ആര് ജയിക്കും? കേര ജയിക്കോ അതോ അയല ജയിക്കോ? ആര് ജയിച്ചാലും നടുക്ക് കിടക്കണ കോഴി കുറച്ച് കഷ്ടപ്പെടും. നമുക്കിന്ന് ചിക്കൻ മേടിച്ചാലോ? ചിക്കൻ മേടിക്കാം. നിന്റെ അച്ഛൻ്റെ അടുത്ത് കാശ് തരാൻ പറ, നമുക്ക് ചിക്കൻ മേടിച്ചേക്കാം. മാമന്റെ കാശൊന്നുമില്ലേ? ഉണ്ടെങ്കിൽ നിന്റെ അച്ഛൻ്റെ കാശ് മേടിക്കൂ. ഒരു പണിക്കും പോവാതെ ഇങ്ങോട്ട് നടന്നു കേട്ടോ. ഒരു കുഞ്ഞു വെച്ചിട്ട് ചിക്കൻ പോലും മേടിക്കാൻ പൈസ ഇല്ല. ഒരു മാമൻ. കുഞ്ഞുകൊച്ചിന്റെ വായിന്ന് പറഞ്ഞ വർത്താനം എവിടെയൊക്കെ? ചിക്കൻ മേടിച്ചു തരും. ഏത് വർഷം? പാവം മാമൻ. എനിക്ക് കേരക്കറി കൂട്ടി ചോറിടണം. കേരക്കറി കൂട്ടി ചോറ് കഴിക്കണമെന്നു നെറ്റൂസ് നമ്മൾ ഓൾറെഡി അയല മേടിച്ചിട്ടുണ്ടല്ലോ. അമ്മയുണ്ടല്ലോ അയല കിടുവായിട്ട് കറി വെക്കും. അമ്മ ഉണ്ടാക്കുന്ന അയലക്കറിയും ചോറും പൊരിച്ച മീനും എന്താ ടേസ്റ്റ്. അത് താനും തന്റെ അമ്മയും കൂടെ അങ്ങ് തിന്നാ മതി. എന്റെ നെച്ചു, ഞാനൊന്ന് പറയുന്ന കേക്ക്. മീൻകടയിൽ പോയപ്പം അവിടെ കേര ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ കേര ചീഞ്ഞതായിരുന്നു. അതുകൊണ്ടാ മേടിക്കാൻ ഞാൻ. അതുകൊണ്ട് അയല വാങ്ങി. അത് കുഴപ്പമില്ല, എനിക്ക് ചീന കേര ഭയങ്കര ഇഷ്ടാ. ചീഞ്ഞ കേരയൊക്കെ എങ്ങനെയാ മനുഷ്യന്മാര് കഴിക്കുന്നത്? കുഴപ്പമില്ല, ഞാൻ കഴിക്കും. പോയി മേടിച്ചോണ്ട് ഇനിയിപ്പോ എങ്ങനെ പോയി മേടിക്കുക? ഇനി പോയി മേടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. മേടിച്ചോണ്ട് വരാൻ പറ്റോ ഇല്ലയോ? അയല ഉണ്ടല്ലോ ഓൾറെഡി ഇവിടെ. എനിക്ക് എപ്പോഴേ അറിയായിരുന്നു നീ അമ്മ മോനാണെന്ന്. നീ മിണ്ടാതിരുന്നോണം കേട്ടോ. മേടിച്ചോണ്ട് വരാൻ പറ്റോ ഇല്ലയോ? എന്റെ പൊന്ന് കേശുടാ, നിന്റെ പെങ്ങൾക്ക് എന്താ പറ്റിയേ? ഇപ്പൊ അയല മേടിച്ചോണ്ട് വന്നതല്ലേ. ഇപ്പൊ കേര ഞാൻ ഇപ്പൊ പോയി മേടിച്ചോണ്ട് വരണുള്ളൂ പറയണേ. ഇപ്പൊ ഒരു തീരുമാനമായല്ലേ? എന്നാലും എന്റെ സിദ്ധു, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു വിട്ടല്ലേ കേര മേടിച്ചോണ്ട് വരണമെന്ന്. എന്താണ് നീ എന്റെ അടുത്തേക്ക് തന്നെ കാണിച്ചല്ലോ? അളിയാ, ഇപ്പൊ എന്തിനാണ് പ്രശ്നം? കേര വേണം, അത്രയല്ലേ ഉള്ളൂ. കേര വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. വേണം, അതിന്റെ ആവശ്യം ഉണ്ടല്ലോ. അളിയാൻ കാശും തന്നെ, ഞാൻ പോയി കേര മേടിച്ചോണ്ട് വരാം. ചിക്കൻ മതി. ശരി, കേരയും ചിക്കനും അയലയും എല്ലാം കൂടെ നമുക്ക് നേരത്തെ ഇവിടെ പൊരിച്ചു വെക്കാം. പ്രശ്നം കഴിഞ്ഞല്ലോ. നിന്റെ അടുത്ത് ആരെങ്കിലും ഇവിടെ സഹായം ചോദിച്ചാ? കേര പോരാ, മേടിച്ചോണ്ട് വരാൻ പറ്റോ ഇല്ലയോ? പറ്റത്തില്ല. പിന്നെ അയല പൊരിക്കണോ? പിന്നെ പൊരിക്കണ്ടേ? അയല പൊരിക്കാതെ എങ്ങനെ ചോറ് കഴിക്കും? പൊരിച്ച് കൊടുക്ക്, കഴിക്കട്ടെ. അയ്യോ, സീത എന്നോട് ചോദിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ വന്ന് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാൻ അങ്ങ് പോയേക്കാം. അതായത് അത് പൊക്കോ. മേടിച്ചോണ്ട് വരുന്നുണ്ടോ ഇല്ലയോ? പറ്റത്തില്ല. എനിക്കറിയാം നിന്നെ കൊണ്ട് പറ്റൂലെന്ന്. കാരണം നിനക്ക് എന്നെക്കാൾ ഇഷ്ടം നിന്റെ അമ്മേനെയാ. മാറി കടന്നു. അച്ഛനെ ഇഷ്ടല്ലേ?
അച്ഛനെ ഇപ്പൊ ആരെ ഇഷ്ടമല്ലാതെ നിൽക്കുവാണ് കേട്ടോ അളിയാ. ഓ ഇതുപോലത്തെ ഓരോ കാരണങ്ങളും കൊണ്ടാ മനുഷ്യന്മാര് ജീവിതം പുറത്തു പോകുന്നത്. അയ്യോ ഇതിനൊക്കെ പറഞ്ഞ ഡീൽ ചെയ്യാൻ നോക്ക്, മിഠായി കേസ്. ഉം. ഉം.